ചാലക്കുടിയിലെ പൊതുസമൂഹം നിങ്ങൾ അറിയണം. എബി ജോർജ് എന്ന മുനിസിപ്പൽ കൗൺസിലർ അദ്ദേഹത്തിന്റെ കുടുംബാംഗം നിയമവിരുദ്ധമായിട്ടാണ് എൻ്റെ തൊട്ടുപുറകിൽ കാണുന്ന ഈ കെട്ടിടം ഇവിടെ ബേക്കറി ആയിട്ട് തുടർന്ന് പോകുന്നത്. ഞങ്ങളിതൊരു ആരോപണമായിട്ടുള്ള ഉന്നയിക്കണേ, തെളിവ് സഹിതം ഉന്നയിക്കണം. ഇവിടെ തെളിവ് സഹിതം മുനിസിപ്പൽ സെക്രട്ടറി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ബിൽഡിംഗ് നിയമവിരുദ്ധമായിരുന്നു പ്രവർത്തിക്കുന്നത്. ഇത് ചാലക്കുടിയിലെ പൊതുസമൂഹം അറിയണം. ഒരു നാടിൻ്റെ അകത്ത് മുനിസിപ്പാലിറ്റി അകത്ത് മാതൃകയായിട്ട് നിയമത്തിന് അനുസൃതമായി ജീവിക്കേണ്ട മുനിസിപ്പൽ കൗൺസിലർ കുടുംബാംഗമാണ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത്. ഞാനിവിടെ പറയാൻ കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം. ഈ ബിൽഡിങ്ങിന്റെ സത്യാവസ്ഥ ഇത് നിയമവിരുദ്ധമാണ്. അതുപോലെ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ള നേരത്തെ പറഞ്ഞ പോലെ ഇദ്ദേഹം ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ പുതിയ കെട്ടിടങ്ങളുടെയും പെർമിറ്റിന്റെയും ലൈസൻസും അന്വേഷിക്കണം. നിരവധിയായ അനധികൃത നിർമ്മാണത്തിന് പൊളിച്ചു മാറ്റാനായിട്ട് നോട്ടീസ് കൊടുത്ത് നടപ്പാക്കിയ ഒരു ചെയർമാൻ്റെ സഹോദരനാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇവിടെ നഗ്നമായ നിയമലംഘനം നടത്തി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹോട്ടലിന്റെ കുറച്ചങ്ങോട്ട് മാറി 100 മീറ്റർ അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു, സർക്കാരിന്റെ ഹെൽത്ത് സെന്റർ ഉണ്ടായിരുന്നു. സാധാരണക്കാർക്ക് യാതൊരു പണച്ചെലവും ഇല്ലാതെ അവരുടെ പ്രാഥമിക ചികിത്സ നടത്താൻ പറ്റുന്ന ഒരു ഹെൽത്ത് സെന്റർ ആയിരുന്നു അത് ഈ മുൻ ചെയർമാന്റെ കുടുംബം, മുൻ ചെയർമാനെ അടക്കം വേണമെന്ന് സൂചിപ്പിക്കാം. എബി ജോർജിന്റെ കുടുംബം അത് ആ ബിൽഡിംഗ് പൊളിച്ചു കാട്ടിയാൽ ഞാൻ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 2015-2020 കൗൺസിലിന്റെ കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ പോരാട്ടങ്ങളിലൂടെ നമ്മൾ ഹൈക്കോടതിയിൽ നിന്നും അല്ലെങ്കിൽ കീഴ്ക്കോടതിയിൽ നിന്നും നമുക്ക് ഉത്തരവ് കിട്ടി. നഗരസഭയ്ക്ക് അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി വിധി കിട്ടി. നഗരസഭ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി അതിൽ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ആ ബോർഡ് അവിടെ കാണാനില്ല. നഗരസഭ അളന്ന് കൊടുത്തതിന് അതിനുശേഷം ഈ പറഞ്ഞ മുൻ ചെയർമാൻ എബി ജോർജിന്റെ കുടുംബം അതിനെതിരെ അപ്പീൽ പോയി. 2020 ശേഷം ഇന്ന് വരെ കേസ് കോടതിയിൽ നിന്ന് ഇരിഞ്ഞാലക്കുട സബ് കോടതിയിൽ നിന്ന് മുകളിലേക്ക് പോകാനോ ഹിയറിംഗിന് പോകാനോ തയ്യാറായിട്ടില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് കക്ഷി നഗരസഭയാണ്. നഗരസഭയാണ് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഇവർ അധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ആ കേസ് അങ്ങനെ തന്നെ നിലനിർത്തിയേക്കാണ്. ഇന്ന് വരെ അതിന്റെ മുകളിൽ ഒരു ചെറുവരിൽ പോലും അനക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊരു സാഹചര്യം ഞങ്ങൾ CPM ചൂണ്ടിക്കാണിക്കുന്നത്. നല്ല നമസ്കാരം. എൻ്റെ ഈ പിറകെ കാണുന്ന ബിൽഡിങ്, ഞാൻ ആ ബേക്കറി ഉടമേനല്ല പറയുന്നത്, ആ ബിൽഡിങ് അത് അനധികൃത നിർമ്മാണമാണ്. അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് 7 ദിവസത്തിനുള്ളിൽ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം 450 സ്ക്വയർ ഫീറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് പൊളിക്കാൻ ആയിട്ട് നഗരസഭാ ഓഫീസിൽ നിന്ന് നഗരസഭാ സെക്രട്ടറിയുടെ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം, ഇത് ആരുടെ വാർഡാണിത്? ഇതാണ് മുൻ നഗരസഭാ ചെയർമാൻ എബി ജോർജിൻ്റെ വാർഡ്. ഇനി ഈ മനുഷ്യൻ തന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, നമ്മുടെ ഈ ചാലക്കുടി പട്ടണത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഫുട്പാത്തുകളിൽ ഈ കച്ചവടം നടത്തുന്ന ആൾക്കാരെ മാറ്റിൽ ഇദ്ദേഹം ചെയർമാനായതിനു ശേഷം എന്തൊക്കെ വിപ്ലവാത്മകമായ സംഭവങ്ങൾ നടന്നറിയാം. സ്വന്തം കുടുംബം കയ്യേറിയ ഇതുപോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് കാണിക്കുന്ന ഒരു പകൽ നാടകം കാണിക്കുന്ന വെറും ഒരു കസേര മനുഷ്യനായിട്ട് മാറിയിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടുത്തെ ഈ കൗൺസിലർ മാറിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ വാർഡിൽ നടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഇദ്ദേഹം ഉണ്ടോ? കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു ശരവണഭവൻ ഹോട്ടലുണ്ട്. ഇവിടുത്തെ മാലിന്യങ്ങൾ മുഴുവൻ കൊടകരയിലേക്ക് ഒടുക്കത്തടങ്ങി തള്ളിക്കൊണ്ടാണ് കൊടകര പഞ്ചായത്തിനെ അവിടുത്തെ കുടുംബാംഗങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ ഈ പറയുന്ന ഇവിടുത്തെ വാർഡ് കൗൺസിലർ ഇടപെട്ടിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് കസേര നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കസേര ഇനിയും എവിടെയെങ്കിലും കിട്ടാനുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ഈ അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സംഗതിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഭരണസമിതിയുള്ള ഈ നഗരസഭയാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ പിതാവ് തന്നെ ഇവിടെ ഹെൽത്ത് സെന്റർ നൽകിയിട്ടുള്ള ഭൂമി, ആ ഭൂമി ഇതിന് നഗരസഭയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിന് വിധി വന്നു. ഇതിന്റെ ഇടയിൽ ഇവിടെ കുറെ ആളുകൾ പോയിട്ട് അത് പൊളിച്ചു. അതാരെ പൊളിച്ചെന്നൊക്കെ ഈ പോട്ടയിലെ ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ ചോദിക്കുന്നത്, സ്വന്തം അപ്പന് വേണ്ടി അപ്പം കൊടുത്ത സ്ഥലത്ത് മനോഹരമായിട്ട് സ്മാരകം പണിയണ്ടേ? അതല്ലാണ്ട് കൊട്ടിക്കൊടിച്ച് ജനങ്ങളുടെ ഫണ്ട് എടുത്ത് വലിയ സ്മാരകം പണിയുന്ന സേര മനുഷ്യന്മാർ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങളുടെ കുടുംബം അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു മാറ്റാൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റാനായിട്ട് നിങ്ങൾ ഭരിക്കുന്ന ഈ നഗരസഭയിൽ നിന്നും നോട്ടീസ് വന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CPMന്റെ പ്രവർത്തകർ പിന്നിലുണ്ട്, നമുക്ക് ചോദിക്കാം. നഗരസഭ കൊടുത്തിട്ടുള്ള ഒരു അനധികൃത നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു നോട്ടീസിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് നിലവിലെ 2ാം വാർഡ് കൗൺസിലറും മുൻ ചെയർമാനുമായിരുന്ന ശ്രീ എബി ജോർജിൻ്റെ സഹോദരൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണിത്. ഈ സ്ഥാപനത്തിന് ശരിയായ രീതിയിലുള്ള പാർക്കിംഗ് ഏരിയയോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നും പാലിക്കാതെയാണ് ഈ നിർമ്മാണ പ്രവർത്തനം നടത്തി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ സർക്കാരിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതിൻ്റെ എതിർവശത്ത് കാണുന്ന ഈ സ്ഥലത്ത് ഒരു പൂന്തോട്ടം നിർമ്മിച്ച് ആൾക്കാർക്ക് ഒരു സൗകര്യപ്രദമായ വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കാനായിട്ടുള്ള ഒരു പദ്ധതി എന്നുള്ള നിലയ്ക്കാണ് ഞങ്ങളിത് ചെയ്തിരുന്നത്. ഇവിടെ ഈ പറഞ്ഞ സ്ഥാപനത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ആയിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഞങ്ങളിവിടെ ചെയ്തിരുന്ന കാര്യത്തിനൊക്കെ അവർ ആക്ഷേപിക്കുകയും ഒരുപാട് ആരോപണങ്ങൾ ഞങ്ങളെ പറ്റിയും ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ പറ്റിയും പറയുകയൊക്കെ ഉണ്ടായി.
അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും നോട്ടീസ് മുനിസിപ്പാലിറ്റി പരാതിപ്പെടുകയും ചെയ്ത് അതിനെ തുടർന്ന് കഴിഞ്ഞ 30-ാം തീയതി ഇതിൻ്റെ ഉടമസ്ഥന് നോട്ടീസ് അയക്കുകയും നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റുകയും 7 ദിവസത്തിനുള്ളിൽ മറുപടി കൊടുക്കണം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നാളിതുവരെ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരുന്നു ഇവിടുത്തെ MLA. ഞങ്ങൾ ഈ കാര്യം ചെയ്തതിന് എതിരായിട്ട് അദ്ദേഹം നേരെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങളത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ കൈകാര്യം ചെയ്ത് കളയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ ആൾ തന്നെയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളും അറിയാതെ പോകുന്നതോ അല്ലെങ്കിൽ ഒരു ശ്രദ്ധിക്കാതെ പോകുന്ന രീതി ശരിയല്ല. ഞങ്ങൾ 2-ാം വാർഡിലെ ഈ അനധികൃത നിർമ്മാണത്തിനെതിരായിട്ട് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത് അവർ മുനിസിപ്പൽ ഉദ്യോഗസ്ഥർ വരികയും സ്ഥലം പരിശോധിക്കുകയും അളവുകൾ എടുക്കുകയും ചെയ്തതിൻ്റെ പേരിൽ അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രേഖകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് അവർ വന്ന് അന്വേഷിച്ച് നിജസ്ഥിതി മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർ അതിൻ്റെ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്ത് കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുള്ളത്. വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ചാലക്കുടി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികൾ ചെയ്യണത്. അതിൻ്റെ ഒരു സംഭവമാണ് ഇന്ന് ഇവിടെ ഇതിൻ്റെ പുറകിലുള്ള ഈ ഗോൾഡൻ ബേക്കറി അനധികൃതമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി CPM-ൻ്റെ ചാലക്കുടി നോർത്ത് മേഖല കമ്മിറ്റി പരാതി നൽകിയിരുന്നു. 1 മാസം മുമ്പായിരുന്നു പരാതി നൽകേണ്ടിരുന്നത്. പരാതി ഒരു മെല്ലെപ്പോക്കായിരുന്നു. അതിനുശേഷം ഞങ്ങൾ CPM-ൻ്റെ ഇവിടുത്തെ നേതാക്കന്മാർ തന്നെ അവിടെ ചെന്ന് ചോദിച്ചു. അതായത് മുൻ ചെയർമാൻ എബി ജോർജിൻ്റെ ഇടപെടലുകളുള്ള കാരണം കൊണ്ടാണോ പരാതി അന്വേഷിക്കാത്തത് എന്ന് നമ്മൾ ചോദിച്ചു. അതിൻ്റെ ഭാഗമായി നിരന്തരം ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് നഗരസഭ ഇതിന് ഇവിടെ വന്ന് പരിശോധിച്ച് നോട്ടീസ് കൊടുത്തത്. 7 ദിവസത്തിനുള്ളിൽ പൊളിച്ചു മാറ്റണമെന്നാണ് നഗരസഭ, അനധികൃത നിർമ്മാണം പൊളിച്ചു മാറ്റാനാണ് നഗരസഭ നോട്ടീസ് കൊടുത്തത്. ആ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. റൂൾ 4 പ്രകാരമുള്ള അനുമതിയില്ലാതെ ഏകദേശം 450 സ്ക്വയർ ഫീറ്റ് ഇതിലധികം നിർമ്മാണം നടത്തിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു വയലേഷനാണ് സെറ്റ് ബാക്ക് ഇല്ലാന്ന്. ഈ ബിൽഡിങ്ങിന് സെറ്റ് ബാക്ക് ഇല്ലാന്ന്. അതായത് ഇതിൻ്റെ ചുറ്റളവിൽ ഉള്ള അളവുകൾ കൃത്യമല്ല. PWD റോട്ടിൽ നിന്ന് ഏകദേശം 3-3.5 മീറ്റർ തള്ളിയിടണം. അതിൽ 1 മീറ്റർ പോലും 1.5 മീറ്റർ പോലും തള്ളിയിടാണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു കാരണം കൂടി നഗരസഭ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നെ നിലവിൽ ഈ ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഇതിനൊരു പാർക്കിംഗ് ഏരിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 350 സ്ക്വയർ ഫീറ്റ് പാർക്കിംഗ് ഏരിയ ഈ ബിൽഡിങ്ങിന് വേണം. ഇപ്പോൾ ഒരു ബൈക്ക് വെക്കാനും പോലും ഈ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ സ്ഥലമില്ല. നമുക്ക് നോക്കിയാൽ പരിശോധിച്ചാൽ കാണാം. അതുകൊണ്ടാണ് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യം. ചാലക്കുടി നഗരസഭ ഇന്ന് ഭരിക്കുന്ന ഭരണസമിതിയിലെ ചെയർമാൻമാർ, ഇപ്പോൾ എബി ജോർജ് മുൻ ചെയർമാനായിരുന്നു, അതിക്ക് മുമ്പ് വേറെ ചെയർമാൻ ഉണ്ടായിരുന്നു. ആ ചെയർമാൻ്റെയും ഇതുപോലുള്ള അനധികൃത ചെയർമാനായിരിക്കുന്ന സമയത്ത് അല്ല ഭരണ സ്വാധീനം ഉപയോഗിച്ച് പല മേഖലകളിലും വേണ്ടപ്പെട്ടവർക്കും അവരുടെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ചട്ടവിരുദ്ധമായ അല്ലെങ്കിൽ അനുമതിയില്ലാത്ത കെട്ടിടങ്ങളും പണിത് ബിസിനസ് നടത്തുന്നുണ്ട്. അത് ചാലക്കുടിക്കാരിൽ അവിടെ ചെന്ന് അന്വേഷിച്ചാൽ ചാലക്കുടിക്കാർക്ക് അറിയാം. കോട്ടയിൽ വന്ന് അന്വേഷിച്ചാൽ ഇവിടുത്തെ ചെയർമാൻ്റെ ലീലാവിലാസങ്ങളും അറിയാം. ഈ ചെയർമാൻ്റെ തന്നെ ഈ കോട്ടയിലെ മുൻ ചെയർമാൻ്റെ തന്നെ ബിൽഡിങ്ങുകൾ ഹൈവോടൊക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട്. അതും അനധികൃതമായ നിർമ്മാണമാണെന്നാണ് ഇപ്പോൾ ഈ നമ്മൾ CPM ഇത്തരം ഒരു പ്രതിഷേധത്തിന് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഈ ചുറ്റുവട്ടത്തുള്ള ഈ നിരയിൽ തന്നെ നോക്കിയാൽ അറിയാം അനധികൃത നിർമ്മാണം നടത്തുന്നത്. ഞങ്ങളുടെ ഈ പ്രതിഷേധം ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങൾ 7 ദിവസത്തിനുള്ളിൽ ഇത് ഇവിടുന്ന് ഈ നിയമവിരുദ്ധമായിട്ടുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റാണ് പറഞ്ഞേക്കണേ. ഇവിടെ MLA MP ഉണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഈ 2-ാം വാർഡിലെ മുനിസിപ്പൽ കൗൺസിൽ കോൺഗ്രസിന്റെ വലിയ പ്രമുഖ നേതാവാണ് ചാലക്കുടിക്കകത്ത്. എന്താ പറയാനുള്ള MLA-ക്ക് MPക്ക്? MLA വന്ന് ജനങ്ങളുടെ അന്വേഷിക്കണം. ഈ തെരുവിൽ, ഈ ഫുട്പാത്തിൽ അംഗപരിമിതരായുള്ള ഒരു കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് ഒരുപാട് ലോട്ടറി ഉൽപ്പന്നയും അതുപോലെ ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട് ജീവിച്ച ആൾക്കുണ്ടായിരുന്നു. അവരെവിടെയാ അവസ്ഥ? അവരെ അന്വേഷിക്കണം. എന്നിട്ട് ഈ കാണുന്ന നിയമവിരുദ്ധമായിട്ട് ഏകദേശം 450 സ്ക്വയർ ഫീറ്റ് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കണേ. ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സൗകര്യമില്ല. ഇത് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിലവിലെ കൗൺസിലറും മുഴുവൻ കോൺഗ്രസ് കൗൺസിലർമാർ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും ഞങ്ങൾ ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊതുസമൂഹം തിരിച്ചറിയണം. ഇതുപോലെ കോൺഗ്രസിന്റെ 28-27 കൗൺസിലർമാരുണ്ട്. അവർ കാണിക്കുന്ന തോന്നിവാസം നിങ്ങൾ തിരിച്ചറിയണം. തൊട്ടപ്പുറത്ത് എബി ജോർജ് തൊട്ടപ്പുറത്തുള്ള മുൻ കൗൺസിലർ ജോണിപ്പുല്ല ഇതുപോലെ ഇറിഗേഷൻ ഭൂമി കയറി പരാതി കൊടുത്തിട്ടുണ്ട്. എന്താ മറുപടി കോൺഗ്രസിനില്ലാത്ത? ഇവിടെ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഇല്ല, DCC ഇല്ല. എന്താ മറുപടി ഉണ്ടാവില്ല? നിയമവിരുദ്ധമാണ്. ഈ കൊള്ള സംഘത്തെ പൊതുസമൂഹം തിരിച്ചറിയണം.